ലൗലാ കലിമത്തുൻ ലഅഖൂല, എന്നെ യഹൂദികൾ കഴുതയാക്കുമായിരുന്നു. ഞാനൊരു ദിക്റെങ്കാലം പറഞ്ഞിരുന്നില്ല എങ്കിൽ, ആ ദിക്ർ നാം പതിവാക്കില്ല എങ്കിൽ ലജഅൽതനി യഹൂദ ഹിമാറാ, എന്നെ യഹൂദികൾ കഴുതയാക്കുമായിരുന്നു സിഹ്ർ ചെയ്തിട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ദിക്റുകളും സ്വലാത്തുകളും ഖുർആനും നല്ല നല്ല മജ്ലിസുകളും ഏറെയാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്റെ വിഷയം അതല്ല. വിവാഹവും അതുപോലെ കുടുംബജീവിതവും, ഇത് രണ്ട് മഹത്തായ ഒരു വിഷയമാണ്. കുടുംബം തുടങ്ങുന്നത് ഇവിടെ കുടുംബിനിയിൽ നിന്നിട്ടാണ്. കുടുംബം തുടങ്ങുന്നത് എവിടെന്നാ? കുടുംബിനിയാണ്. കുടുംബിനി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഭാര്യ. നമ്മുടെ ഭാര്യ നന്നായെങ്കിൽ മാത്രമേ കുടുംബം നന്നാവും. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, കേക്കട്ടെ, മുഹമ്മദ് മുസ്തഫ, സമയമാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജ്, അത് നിങ്ങളെ കണ്ണിനെ ഹറാമിയത്തിൽ നിന്ന് തടസ്സം ചെയ്യുന്നു. മക്കളെ, നിങ്ങളെ കണ്ണ് മറ്റൊരു പെണ്ണിനെ നോക്കാൻ ഇടയാകൂല. നിങ്ങളുടെ മനസ്സ് അന്യ പെണ്ണുമായിട്ട് ബന്ധപ്പെടൂല. അതുകൊണ്ട് മക്കളെ, സമയമാകുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് പല ചെറുപ്പക്കാരും കാണാം അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം. എന്റെ മുഅ്മിനുകളെ, അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫേസ്ബുക്കിലായിരിക്കാം, ചിലപ്പോൾ നെറ്റിലായിരിക്കാം, ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് മെസ്സേജിൽ കൂടിയായിരിക്കാം. എങ്കിലോ അത് വ്യഭിചാരം തന്നെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അന്യ പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നത് മെസ്സേജിലായാലും, അത് നെറ്റിലായാലും, അത് ഫേസ്ബുക്കിലായാലും, അന്യ പെണ്ണുമായി സമ്പർക്കം, അത് കൊശികൊള്ളുന്നത് വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഐനാനി സിനാഹുമാ അൻ-നദർ മുഹമ്മദ് മുസ്തഫ. അന്യ പെണ്ണിനെ കണ്ണുകൊണ്ട് നോക്കുന്നത് വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ ഫേസ്ബുക്കിലായാലും നെറ്റിലായാലും മൊബൈലിലായാലും അന്യ പെണ്ണിനെ കാണുന്നത് വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. മക്കളെ, വ്യഭിചാരം കൊണ്ട് അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഖദ്ദിമ പോലും ചെയ്തു പോകരുത്. മക്കളെ, വ്യഭിചാരം കൊണ്ട് കിട്ടുന്ന ദോഷം എന്താണെന്നറിയോ? ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന 3 ശിക്ഷയാണ് പെട്ടെന്ന് അല്ലാഹു കൊടുക്കുന്നു. വ്യഭിചാരക്കാരനും വ്യഭിചാരക്കാർത്തിക്കും ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന 3 ശിക്ഷ. അത് എന്താണെന്നറിയോ? ഒന്നാമത്തത് ഖസ്റുൽ ഉമർ, അവന്റെ ആയുസ്സിനെ അല്ലാഹു ചുരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ, മുഹമ്മദ് മുസ്തഫ മനുഷ്യന്റെ ആയുസ് ചുരുങ്ങുന്നത് വ്യഭിചാരം കൊണ്ടാണ്. ബടക്കത്തരം കൂടുതൽ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആയുസ്സിനെ അല്ലാഹു കുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവന്റെ മുഖത്തിന്റെ പ്രകാശം അല്ലാഹു വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ.
മുഅ്മിനുകളെ, അവന്റെ സ്വത്തും അവന്റെ സമ്പത്തും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമാകും വ്യഭിചാരമെന്നുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി. കണ്ടില്ലേ, റൂഹുൽ ബയാൻ എന്ന വലിയ ഗ്രന്ഥമാണ്, തഫ്സീറിന്റെ ഗ്രന്ഥമാണ്. ഒരായത്തിന്റെ തഫ്സീൽ, രണ്ട് മഹാന്മാരുടെ ചരിത്രം അവിടെ വിവരിക്കുകയാണ്. ഒരു മനുഷ്യൻ പോയി കഅബാലയത്തിൽ ഖില്ല പിടിച്ച് കരയുകയാണ്. വല്ലാത്ത കരച്ചലാൻ. ആ ഖില്ല ഒന്ന് പിടിച്ച് ദുആറക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ, ആ കഅബയൊന്ന് കാണാൻ, ആ കഅബയുടെ കില്ല ഒന്ന് പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പൊന്ന് അവിടെ ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ, അത് വലിയൊരു ഭാഗ്യമാണ്. കഅബനെ കാണുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, അന്നദുറു ഇലൽ മുസ്ഹഫ് വന്നദുറു ഇലൽ കഅബ അന്നദുറു ഇലാ വജ്ഹി വാലിദൈഹി. മൂന്ന് കാര്യമുണ്ടല്ലോ ഏറ്റവും കാരുണ്യം ചൊരിയാനുള്ള കാരണമാണ്. മാത്രമല്ല അത് സുന്നത്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് പരിശുദ്ധ ഖുർആൻ നോക്കുക. ഓതാൻ അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധ ഖുർആനെ നോക്കൽ സുന്നത്താണ്. അതുപോലെ കഅബയെ കാണുന്നത് സുന്നത്താണ്. ഉമ്മ ബാപ്പന്മാരെ മുഖം നോക്കലും സുന്നത്താണ്. വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, കഅബാന്റെ കില്ല പിടിച്ച് ഒരാള് കരയുകയാണ്. വല്ലാത്ത കരച്ചലാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹ്, എന്നെ ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോ, ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ ഈമാനൊന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. എന്നെ ഈമാനോടുകൂടെ മരിപ്പിക്കണം അല്ലാഹ്. കഅബന്റെ കില്ല പിടിച്ചിങ്ങനെ ദുആറക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇങ്ങനെയും പേടിച്ച് കരയാനുള്ള കാരണം? അപ്പോഴാണ് ആ മഹാൻ പറയുന്നത്, വേറൊന്നുമല്ല, എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടല്ലോ, വലിയ മഹാന്മാരായിരുന്നു അവര്. സാധാരണക്കാരല്ല അവര്. എന്റെ വലിയ ജ്യേഷ്ഠൻ 40 കൊല്ലം അള്ളാന്റെ ദീനിന് പ്രവർത്തിച്ച വ്യക്തിയാണ്. മാത്രമല്ല അള്ളാന്റെ പള്ളിയിൽ ഖിദ്മത്തെടുത്ത വ്യക്തിയാണ്. പടച്ച റബ്ബിന്റെ വാങ്ങിവിളി വിളിച്ച ആളാണ്. മരിക്കുന്ന സമയത്ത് ഖുർആനെ നെഞ്ഞിൽ വെച്ചിട്ട് പറഞ്ഞത്, ഇന്നീ ബരീഉം മിൻഹു. ആ ഖുർആൻ അസത്യമാണ്, സത്യമല്ല. ഈ ഖുർആനിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു. ഞാൻ ഖദ് കഫർതു ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാഫിറായി, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ അവിശ്വാസിയായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താണ് 40 കൊല്ലത്തോളം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ജോലി ചെയ്ത വ്യക്തി മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. മരണവേളയിൽ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ഖുർആൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ ഖുർആന്റെ നെഞ്ഞിൽ വെച്ച് പറഞ്ഞതെന്താണ്? ഇന്നീ ബരീഉം മിൻ.
ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഒഴിവായി പോയി. ഖദ് കഫർതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് അവിശ്വാസിയായി പോയി. 40 കൊല്ലത്തോളം അല്ലാഹുവിന്റെ ദീനിനെ പ്രവർത്തിച്ച, വാങ്ങി വിളിച്ച, ഖുർആൻ ഓതിയ വ്യക്തി അവസാന ഈമാൻ നഷ്ടപ്പെട്ടു, അവിശ്വാസിയായി മരണപ്പെട്ടു പോയി. അതേ നിലക്ക് രണ്ടാമത്തെ ജ്യേഷ്ഠൻ 30 കൊല്ലം അല്ലാഹുവിന്റെ ദീനിനെ പ്രവർത്തിച്ചു, പള്ളിയിൽ ഖിദ്മത്തെടുത്തു. അദ്ദേഹത്തിന് റൂഹ് പിടിക്കാൻ അസ്രായിൽ വന്നപ്പോൾ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഖുർആൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ നെഞ്ഞിയിൽ വെച്ച് പറഞ്ഞതെന്താ? ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഒഴിവായി, ഞാൻ നസാറായി പോയി, ഞാൻ ഇന്ന് മുതൽ നസ്രാനിയാണ്. ഒരു ജ്യേഷ്ഠൻ അവിശ്വാസിയായി, മറ്റൊരു ജ്യേഷ്ഠൻ നസ്രാനിയായി. അതുകൊണ്ട് പേടിച്ചിട്ട് റബ്ബിനോട് ഞാൻ പറയുന്നത്, അല്ലാഹ് എന്നെ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് എന്റെ ഈമാനൊന്ന് സലാമത്താക്കല്ലോ. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്തേ ഇവര് രണ്ടുപേരും ഒരാള് കാഫിറായതും മറ്റൊരാൾ നസ്രാനിയാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ അനിയൻ പറയുകയാണ്, വേറൊന്നുമല്ല, നല്ലവരായിരുന്നു, പടച്ച റബ്ബിന്റെ പേടിയും ഭക്തിയും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, അവർക്കൊരു ആദത്തുണ്ടായിരുന്നു. വക്കാന യൻദുറാനി ഇലാ ഔറാത്തിൻ നിസാ, അന്യ പെണ്ണുങ്ങളെ നഗ്നചിത്രം നോക്കുന്നത് പതിവായിരുന്നു. അല്ലാഹു കാക്കട്ടെ. ഫിലിം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അല്ലാഹു കാക്കട്ടെ. അന്യ പെണ്ണിന്റെ നഗ്നചിത്രം കണ്ടുകൊണ്ട് രസിക്കുന്ന ചെറുപ്പക്കാരാ, അന്യ പെണ്ണുങ്ങളെ കൊണ്ട് ഫേസ്ബുക്കിലും നെറ്റിലും ആനന്ദിക്കുന്ന ചെറുപ്പക്കാരെ, മരിക്കുന്ന സമയത്ത് ഈമാൻ വേണോ? ഒഴിവായിക്കോ. അത്തരം പ്രവർത്തനത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറൂ. കണ്ടില്ലേ, വലിയ വലിയ മഹാന്മാർ മരണപ്പെട്ടു പോയത് അവസാനം ഈമാനില്ലാതെയാണെങ്കിൽ കാരണം അന്യ പെണ്ണുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, അന്യ പെണ്ണുമായി വെറും നഗ്ന ചിത്രം നോക്കിയതാണ്. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ, വിവാഹം കഴിക്കാൻ സമയമാകുമ്പോൾ, വിവാഹത്തിന്റെ സമയമാകുമ്പോൾ, ഞാൻ നാലമങ്ങളാവട്ടെ, മറ്റൊന്ന് മങ്ങളാവട്ടെ, വീട് കെട്ടിട്ടൊന്നു മങ്ങളാവട്ടെ, സ്വർണമാക്കിയിട്ടൊന്നു മങ്ങളാവട്ടെ എന്ന് പറയണ്ട മോനെ. മംഗളത്തിന് റെഡിയാവുമ്പോൾ നീ മംഗളം കഴിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നമ്മള് സാധാരണ ചെറുപ്പക്കാർ പറയലുണ്ട്, എന്താ മംഗലാവത്തെ നീ? ഞാൻ ഇപ്പൊ ഒന്നും മംഗലാന്നില്ല ഉസ്താദ്. എന്തേ? എനിക്കൊരു പൊരല്ല കിട്ടണം, കുറച്ച് സ്വർണ്ണല്ല ആക്കണം, ഒരു പാവപ്പെട്ട പെണ്ണിന് മംഗളാവണം ഞാൻ വിചാരിച്ചോണ്ടുണ്ട്. പൊര കെട്ടൊന്നുമില്ല, ഒന്ന് സ്വർണ്ണ ആക്കണമില്ല, ഒന്ന് പാവപ്പെട്ട പെണ്ണ് മംഗളാവണമില്ല. ഇത് പറയുന്ന മാത്രം. അങ്ങനെ ആയിക്കൂടാ. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാണ്. മുത്തുപോലത്തെ വാക്കാണ് നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ, വിവാഹം കഴിക്കാനുള്ള സമയമാകുമ്പോൾ നീ വിവാഹം കഴിക്കണം. എന്തേ? നിന്റെ കണ്ണ് ഹറാമിയത്തിൽ നിന്ന് തടസ്സമാകുന്നു,
നിന്റെ ചങ്കസ്ഥാന ഹറാമിയത്തിൽ നിന്നുള്ള കോട്ടയാകുന്നു. അതുകൊണ്ട് വിവാഹം കഴിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിവാഹം കഴിക്കുമ്പോൾ നീ പെണ്ണ് തെരഞ്ഞെടുക്കണം. എങ്ങനത്തെ പെണ്ണ്? പെണ്ണ് കാണുന്നതും സുന്നത്താണ്. പുതിയാപ്പിളക്ക് പെണ്ണ് കാണണം, അത് സുന്നത്താ. കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹബത്ത് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഇതിന് മുമ്പൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആ പെണ്ണ് ഞാൻ കണ്ടില്ലായിരുന്നു. ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചു, മക്കളുണ്ടായിട്ടില്ല നബിയേ. നബി അങ്ങ് പറഞ്ഞല്ലോ പെണ്ണിനെ കാണുന്നത് സുന്നത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടുകൊണ്ടൊരു വിവാഹം കഴിച്ചു പോയി നബിയെ. അതിൽ എനിക്ക് മക്കളുണ്ടായി യാ റസൂലല്ലാഹ്. എനിക്ക് ഭാര്യയുമായിട്ട് വല്ലാത്ത സന്തോഷേറെയായി പോയി എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി പറഞ്ഞെങ്കിൽ എന്റെ മുഅ്മിനുകളെ, പെണ്ണ് കാണൽ സുന്നത്താണ്. ആർക്ക്? പുതിയാപ്പിളക്ക്. ഇതിപ്പോ അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്ന ലോറിയിൽ, ബസ്സില് വാപ്പ വിളിച്ചിട്ട് പറയുന്നു മോനോട്, മോനോ എന്താടാ പെണ്ണ് കാണാൻ പോകണ്ടേ? ഒക്കോ, നാളെ നിന്റെ ചങ്ങായിമാരെ റെഡിയാക്ക്, കൊടുക്കേണ്ട ആചാർക്ക് തരന്റെ ബിലത്തിൽ അരിക്ക് ചെല്ലുന്ന ഉപ്പാക്ക് അടിക്കാൻ പറ്റുന്ന കാക്കട്ട്. എന്തേ ഒരു ആചാരായിട്ടുള്ള ഒരു നിസ്കാരക്കാരനായിട്ടുള്ള ഒരു ബാപ്പക്ക് എങ്ങനെ പറയാൻ പറ്റുവോ? അള്ളാന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് കാണൽ സുന്നത്താണ്. ആർക്ക്? പുതിയാപ്പിള അല്ലെങ്കിൽ പുതിയാപ്പിളുടെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ കാണാൻ. പക്ഷേ കാണുന്നത് എങ്ങനെ? ലോറിയിൽ പോയിട്ടല്ല, വണ്ടിയിൽ പോയിട്ടല്ല, കാറിൽ പോയിട്ടല്ല. പുതിയാപ്പിളിന്റെ അനിയന് പോലും അന്യ പെണ്ണാണ്, കാണാൻ പറ്റൂല, ജ്യേഷ്ഠനും പറ്റൂല. അതെന്റെ മൂത്തോ നോക്കിയ മതി അമ്മ, എന്റെ ജ്യേഷ്ഠൻ കണ്ടെങ്കിൽ മതിയാവല്ലേ മതി. പറ്റല, ജ്യേഷ്ഠനൊരു അന്യ പെണ്ണിനെ കാണാൻ പറ്റൂല. സ്വന്തം അനിയനിക്കുള്ള പെണ്ണാണെങ്കിൽ പോലും കാണാൻ പറ്റൂല. പെണ്ണ് കാണാൻ പുതിയാപ്പിളക്ക് പോകാൻ സുന്നത്തുണ്ട്. എങ്ങനെ? മുഖവും മുൻകൈയും മാത്രം നോക്കാം, അല്ലാതെ ബാക്കി ഭാഗം നോക്കാനുള്ള അവകാശം പുതിയാപ്പിളക്കില്ല. അത് ഉമ്മാക്ക് മാത്രമാണ്. കണ്ണ് കോസുണ്ടോ, കാല് മൂട്ടുണ്ടോ, മറ്റുള്ള ഐബുകൾ കണ്ടുപിടിക്കാൻ ഉമ്മയാണ് അത് നോക്കേണ്ടത്, പുതിയാപ്പിളയല്ല. ഇപ്പൊ എങ്ങനെ? നേരെ ശരീഅത്തിന് വിരുദ്ധമാണ്, നേരെ ദീനിന് വിരുദ്ധമായിട്ടാണ് പെണ്ണ് കാണുന്നത്. അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം ബർക്കത്തില്ലാതെയാകി പോകുന്നത്. അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്. മനസ്സിലാക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ അത് സ്വീകരിച്ചാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമില്ല. നമ്മളെ വിവാഹ ബന്ധം ഖൈറാകണോ, നമ്മളെ വിവാഹ ബന്ധം ഖൈറാകണോ, നമ്മളെ ദാമ്പത്യ ജീവിതം ഖൈറാവണോ, നമുക്ക് നല്ല കുടുംബം ജീവിക്കണോ, നമ്മളെ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കണോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, മക്കളെ, പെണ്ണ് കാണുന്ന സമയത്ത് പുതിയാപ്പിളയാകുന്ന നീ അവളെ മുഖവും മുൻകൈയൊന്നു നോക്കുമോനെ. ഓക്കെ ആയാൽ പിന്നെ ആക്കേന്ന് ചോദിക്കണ്ട. പുതിയാപ്പിലേക്ക് ഓക്കെ ആയാൽ പിന്നെ ഉമ്മന്താക്ക, ഓക്കൊരു മോതിരം ഇട്ട് കൊടുക്ക. പുതിയാപ്പിള ഇടാൻ പാടില്ല മോതിരം. ഇത് സുബ്ഹാനല്ലാഹ് പോയിട്ട് മോതിരം ഇടുന്ന മാത്രമേ അണച്ചി പിടിച്ചിട്ടൊരു ഫോട്ടോ, ചങ്ങായിമാരെ നിപ്പിച്ചിട്ടൊരു ഫോട്ടോ,
അമ്മായിമ്മനെ മച്ചുച്ചിനെ നിർത്തിയിട്ടൊരു ഫോട്ടോ. സുബ്ഹാനല്ലാഹ്, ഫോട്ടോത്തോടെ ഫോട്ടോ ഹറാമായ നിലക്കുള്ള പാസ്റ്റ് തുടക്കന്നെ ഹറാമിയത്തിൽ. അമ്മായിമ്മന്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ, മച്ചുഞ്ചിന്റെ ഉപ്പിന്റെ സർബത്ത് കുടിച്ചിട്ടൊരു ഫോട്ടോ. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചങ്ങായിമാർ ഒന്നിച്ച് നിർത്തിയിട്ട് പുതിയ പെണ്ണായിട്ടില്ല, ആ പെണ്ണിനെ നിർത്തിയിട്ടൊരു ഫോട്ടോ. സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? മോനെ, പെണ്ണ് നോക്കണം, അത് സുന്നത്താണ്. പക്ഷേ നിനക്ക് സംസാരിക്കാനും നിനക്ക് ഓളുമായിട്ട് ബന്ധപ്പെടാൻ നിക്കാഹിൽ കൂടി മാത്രമേ കഴിയണം. പെണ്ണ് നോക്കിയ പാട് ഫോണിൽ മുണ്ടാൻ തുടങ്ങണ്ട. എനിക്ക് ഇപ്പൊ ചെറിയ പുതിയ ഉസ്താദന്മാർ വന്നിട്ടുണ്ട്. ഒന്ന് എന്ത് രഹസ്യ വിവാഹം ഒന്നാക്കണോ? വെക്കണ്ട. കാണാനും സ്റ്റേജില് വലിയ പണ്ഡിതനെന്ന നാമമുണ്ട്. പക്ഷേ വേണ്ടാത്ത മസാലകളെ കൊടുന്നിട്ട് ഇന്ന് മനുഷ്യനെ തട്ടിപ്പാക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. അതിലൊന്നും നിങ്ങ വഞ്ചിതരാവണ്ട. നീ പെണ്ണ് കണ്ടതിന്റെ ശേഷം നിനക്കൊരു രഹസ്യ നിക്കാക്കണം മോനെ, എന്നിട്ട് നിക്ക് പിന്നെ മുണ്ടിക്കോളാം. അതിനായിട്ട് നിക്കാഹ് കഴിച്ചൂടെ? രഹസ്യത്തിന് പരസ്യമായിട്ട് നിക്കായിക്കൂടെ? സുബ്ഹാന ജല്ല ജലാലു. ഇത് എന്തൊരു വാദാണ്. പടച്ച റബ്ബ് കാക്കട്ടെ. നിങ്ങൾ ആമീന്ന് ചെല്ലുമ്പോ അല്ലാഹ് കാക്കട്ടെ. അയാൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. നല്ല ഇൽമും ഫഹ്മും അഖലും അല്ലാഹു നൽകുമാറാകട്ടെ. മനുഷ്യനെ വഞ്ചിക്കുന്ന നിലക്ക് സുബ്ഹാനല്ലാഹ് പലരും ഇന്ന് മനുഷ്യനെ തട്ടിപ്പാക്കുന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷെ പേരിൽ ആലിമാണ്. ഒരു ഖാദി ചെല്ലില്ലേ, ഐനുൽ അവാലിമി ഫി സമാനി കദിൻ ഖലബ് ളഅം ഫസറൽ അലിമുന ളാലിമാ. ക്രമേണ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ എങ്ങനെയാവുന്നറിയോ? ലാ ഇട്ടിട്ട് ലാലിമു നേർതന്റെ കാലം വരും. ഐനിട്ടിട്ടുള്ള ആലിമ്, ഐന് മാറ്റിട്ട് ലാ ഇടേണ്ടി വരും. ലാലിമാവും. ആലിമീങ്ങൾ അക്രമികളാവും. അല്ലേ? ഇന്ന് പല മസലകളും പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന ആലിമീങ്ങളുണ്ട്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, ആക്കിയത് തെറ്റായി പോയി. പടച്ച റബ്ബ് ഞങ്ങൾക്ക് മാഫ് ചെയ്തു തരട്ടെ. നമ്മ കല്യാണം കഴിച്ചു പോയി, മക്കളുണ്ടായി പോയി. അള്ളാഹു മാഫ് ചെയ്യട്ടെ. ഇനി മുതൽ ആ തെറ്റിലേക്കൊന്നും പോകണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ പെണ്ണ് നോക്കണം. നോക്കേണ്ട ക്രമമുണ്ട്. അത് നോക്കിയതിന്റെ ശേഷം അവളെ ഒന്ന് നിനക്ക് ഓക്കെ ആയാൽ പിന്നെ അവളുമായിട്ട് ബന്ധപ്പെടണമെങ്കിലും സംസാരിക്കണമെങ്കിൽ വിവാഹം കഴിയണം. അല്ലാതെ 2 മാസം മുന്നേ എൻഗേജ്മെന്റ് അല്ലായി. എൻഗേജ്മെന്റ് എങ്ങനെ? എൻഗേജ്മെന്റ് ആക്കുന്ന തന്നെ വലിയൊരു മൊബൈൽ കൊടുത്തിട്ട് സുഖാണ്. സ്ലേറ്റ് പോലത്തെ ഒരു മൊബൈൽ, അതിലൊരു സ്പെഷ്യൽ നമ്പർ വേണ്ടത്. എൻഗേജ്മെന്റ് ആയിട്ട് വരുമ്പന്നെ, ഹലോ എങ്ങനെ എന്നെ പിടിച്ചിനമ്മ നിനക്ക്? തുടങ്ങി വരുമ്പന്നെ തുടങ്ങി. ഹലോ എങ്ങനെ എന്നുള്ള നിനക്ക് പിടിച്ചിനല്ലേ? പിടിച്ചിനി. പിടിച്ചിനി. അങ്ങനെ തുടങ്ങി വാക്ക്. അങ്ങനെ തുടങ്ങി 2 മാസത്തോളം സംസാരിച്ച് അതിന്റെ ഇടയ്ക്ക് ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയി പെരുന്നാളിന്റെ ഡ്രസ് വാങ്ങാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന് ഇങ്ങനെ പലതും കഴിഞ്ഞു സുബ്ഹാനല്ലാഹ്. പിന്നെ എന്തെല്ലാം കഴിയുന്നു നമുക്കറിയില്ല. കടലാസ് അടിച്ചു പോയി, ഹോൾ ബുക്കായി പോയി, മംഗളത്തിന്റെ വിവാഹപത്രം അടിച്ചുപോയി.
സുബ്ഹാനല്ലാഹ്, ഹോൾ ബുക്കായി പോയി. മംഗളത്തിന്റെ ഹോളും ബുക്കായി. തലേ ദിവസം ഇവൻ ഫോൺ വിളിക്കുന്നു, മോളെ ഞങ്ങളെ വിവാഹം ഓക്കെയാണല്ലോ, എന്നാൽ ഇനി നിന്റെ കൈവിടുന്ന വിഷയം ഇല്ല, നിന്നോടൊരു കാര്യം ഞാൻ മറന്നിട്ടുണ്ട് മോളെ. എന്താ? നീ ഒരുപാട് വിഷയങ്ങൾ എന്നോട് പറഞ്ഞു, എന്റെ രഹസ്യങ്ങൾ ഒരുപാട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവസാനായിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു മോളെ, എന്നെ എൻഗേജ്മെന്റ് ആക്കുന്നതിന് മുമ്പ് നീ വല്ലവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, വല്ലവരുമായി ലവ് ഉണ്ടായിട്ടുണ്ടോ? തുറന്നു പറയണം മോളെ, മറച്ചു വെക്കണ്ട, നിന്റെ കൈ ഞാൻ വിടൂല. പാവം മെതുള്ള മനസ്സല്ലേ പെണ്ണുങ്ങ എന്ന് പറഞ്ഞ, അങ്ങനല്ലേ, നേരിയ മനസ്സല്ലേ. ഓള് പറഞ്ഞു, ജണ്ടല്ല വാക്കിനും വേണ്ടേ, നന്നാളൊന്നും അല്ല, ഒരു രണ്ടാളെ ലവ് ഉണ്ടായിരുന്നു റബ്ബേ ഒക്കെ ആയി. ഇത് കേട്ടപ്പാട്ട് കൊണ്ട് മനസ്സാകെ ചേഞ്ചായി പോയി. ഇതുവരെ 2 മാസം വരെ ഐസ്ക്രീം പാർലറിൽ പോയതും പവാട വാങ്ങാൻ പോയതും സുബ്ഹാനല്ലാഹ് ഒരു നിമിഷം തകർന്നു പോയി. ഉടനെ വാപ്പയോട് പറയുന്നു, വാപ്പാ എനിക്ക് വിവാഹം വേണ്ട. എന്താടാ മോനെ? അവൾക്ക് വേറെ ഒരു ലവ് ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു ലവ് ഉണ്ടായ പെണ്ണെ നീ കെട്ടണ്ടറ പോയില്ലേ, തകർന്നില്ലേ? അതുകൊണ്ടാണ് നിന്റെ മുഅ്മിനീങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പെണ്ണിനെയും ടെസ്റ്റാക്കാനോ അവരെ പരിശോധിക്കാനോ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത തബ്രി ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ രഹസ്യം പരിശോധിച്ച് നോക്കാൻ പാടില്ല. ചില പുതിയാപ്പിളമാർക്ക് ഒരു ആദത്തുണ്ട്, പുതിയ പെണ്ണ് ഒറ്റക്ക് പുരക്കിരിക്കും, പോകുമ്പോ വാതിലിട്ടിട്ട് വലിയൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബടിന്റെ കഷ്ണം താലിന്റെ അവിടെ വെക്കും, താലെടുക്കുന്ന സ്ഥലത്ത് വെക്കും. എന്തത് വീണെങ്കിൽ ആരോ ബന്ധിനെയും ഒരു മൊയിലേർ അങ്ങനെ ചെയ്തിട്ടേ പണ്ട്. പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോ ഫാമിലി ആയിട്ടുണ്ട്, കൂടെ ഫാമിലി തന്നെ, അല്ലാഹു ആക്കട്ടെ. ഫാമിലി ആയിട്ടുള്ള ഉസ്താദ് മുപ്പരെന്താക്കും, മുപ്പർ കുറച്ച് വയസ്സ്, കെട്ടിയ പെണ്ണ് നല്ല സുന്ദരിയായ ചന്തത്തിന്റെ പെണ്ണ്. പോകുമ്പോ എന്താക്കും ഇയാള് വാതിലിന്റെ അവിടെ താലിടും, താലെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ, ലോക്ക്. ഈ ലോക്ക് ഇടുമ്പോ ഒരു ഈ തീപ്പെട്ടിന്റെ കഡി വെക്കുന്നില്ലേ ഇങ്ങനെ, അത് ചിലപ്പോ ലൂസായിട്ട് വീട്ടുണ്ടാവുപ്പ. ഇത് വീണെങ്കിൽ ഇയാളെ മനസ്സിലായി ആരോ ബന്ധിനി. അത്രയും പരിശോധന അല്ലാഹു ആക്കട്ടെ. ഒരിക്കലും നമ്മളെ ഭാര്യമാരുമായിട്ട് ശക്ക് പാടില്ല, സംശയം പാടില്ല. സംശയ രോഗം അത് വലിയ രോഗമാണ്, അത് മാനസികല്ല, അതിനായിട്ട് അപ്പുറത്തെ രോഗമാണ്, ഭ്രാന്ത് രോഗമാണ്. അല്ലാഹു കാക്കട്ടെ. ഞങ്ങളെ പെണ്ണുങ്ങളെ വിട്ടിട്ട് 2 കൊല്ലം 3 കൊല്ലം ഞങ്ങൾ ഗൾഫിലിരിക്കുമ്പോ അള്ളാഹുവിനോട് ഏൽപ്പിക്ക, അല്ലാഹ് എന്റെ ഭാര്യനൊന്ന് കാക്കണം, പടച്ച റബ്ബേ ഒന്ന് നീ കാക്കണം, അല്ലാഹ് ചൊല്ലിട്ട് പോകുന്നല്ലാതെ അവൾ ഇവിടെ എന്തു ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല, പരിശോധിക്കാനും പാടില്ല. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നീ ഗൾഫിലേക്ക് പോകാൻ പാടില്ല. അതല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ വരുമ്പോ ഒരു വീട്ടിൽ നിന്നൊരു പാട്ട് കേൾക്കുന്ന, ഒരു പെണ്ണ് പാടുന്ന പാട്ട്. ഏത് പാട്ട്? ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങ പാടുന്ന പാട്ട് പലതും ഉണ്ട്. ആ പാട്ടെല്ലാം ഇപ്പൊ പാടാൻ നമുക്ക് സമയമില്ല. അല്ലാഹു കാക്കട്ടെ.
ഈ പെണ്ണ് പാടുന്ന പാട്ടെന്താണ്? ലക്കത്താല ലക്കത്താല. ഒരു പെണ്ണിങ്ങനെ പാടുകയാണ്, അല്ലാ രാത്രിയായി പോയല്ലേ, രാത്രി ഇരുണ്ടായി പോയി, ഇരുളായി പോയി. എന്റെ ഭർത്താവാണെങ്കിലും ഇല്ലല്ലേ അല്ലാ, ഞാൻ ഒറ്റക്കല്ലേ അല്ലാ. ഇരുട്ടായിട്ട് എനിക്ക് വല്ലാത്ത ആശയുണ്ട്, എന്റെ കട്ടിലൊന്ന് ആരെങ്കിലും ഒന്ന് കിടത്തിട്ടൊന്ന് അണക്കാൻ, എന്റെ കട്ടിലൊന്ന് കൊശിയാക്കാൻ എനിക്ക് മനസ്സുണ്ട് റബ്ബേ. വലൗലാ മഖാഫത റബ്ബി, അല്ലാഹുവിന്റെ പേടിയെങ്കാലം ഇല്ലെങ്കിൽ ഈ കട്ടിൽ ഞാൻ അണക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ലഖദ് താല ഹാദൽ ലൈൽ വസ്വറ ജാനിബു. രാത്രിയായി പോയി, ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്, എന്റെ ഭർത്താവാണെങ്കിലും വിദേശത്താണ് റബ്ബേ. പടച്ച റബ്ബിന്റെ പേടിയെങ്കാലം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കട്ടിലിനെ അന്യപുരുഷനെ കൊണ്ട് അണക്കുമായിരുന്നെന്ന് പാടുമ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഒരാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് തങ്ങൾ സുബ്ഹാനല്ലാഹ് ഉടനെ പെങ്ങളോട് പോയിട്ട് ചോദിക്കുന്നു, പെങ്ങളെ, ഒരു പെണ്ണിനിക്ക് ഒരു ഭർത്താവിനെ വിട്ടിട്ട് എത്ര കാലം ജീവിക്കാം? 4 മാസത്തിന്റെ അപ്പുറം ജീവിക്കാൻ വല്ലാത്ത സബുർ വേണം. അതുകൊണ്ടല്ലേ ഭർത്താവ് ഗൾഫിലും ഓള് ബൾഫിലും ചെല്ലെ വരെ. ഭർത്താവ് ഗൾഫില് ഓള് ബൾഫില്. അല്ലാഹു കാക്കട്ടെ. അത് ഒരിക്കലും ചെയ്തുകൂടെ ഉമ്മമാരെ. കണ്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെങ്ങളോട് ചോദിച്ചു, അല്ല പെങ്ങളെ, ഒരു പെണ്ണുമായിട്ട് ഒരു ഭർത്താവിനെ ഒഴിഞ്ഞിട്ട് എത്ര കാലം പെണ്ണിന് ജീവിക്കാം? 4 മാസത്തിന്റെ അപ്പുറം കഷ്ടം. അപ്പോഴാണ് ഈ പെണ്ണിനോട് വന്നിട്ട് ഉമർ ഖത്താബ് ചോദിക്കുന്നു, നീ എന്തേ, എനിക്കെന്തേ വിഷമം? നിന്റെ ഭർത്താവ് എവിടെ പോയിട്ടുണ്ട്? എന്റെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ടുണ്ട് തങ്ങളെ, 4 മാസമായി വന്നിട്ടില്ല. ഉടനെ തന്നെ വാട്ടർ കൊടുക്കുന്നു ഉമർ ഖത്താബ് തങ്ങള്. 4 മാസത്തിന്റെ അപ്പുറമുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉടനെ ഭാര്യന്റെ കൂടെ ചേരണം, ഭാര്യന്റെ കൂടെ കൂടണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്